ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ച് നാളായല്ലേ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട്. അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് ബിസിയായി പോയതാണ്. ഇനി എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ കാണും. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ സീലേം ബീച്ചിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുന്ന വഴിക്ക് ക്യാമൽ റൈഡ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെയും ക്യാമൽ റൈഡ് പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ സീലേം ബീച്ചിലേക്ക് പോകുന്നവർ ഒന്ന് ക്യാമൽ റൈഡും കൂടെ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ ഇവർക്ക് ഇവിടെ ഷോർട്ട് റൈഡും ഉണ്ട്, ലോങ് റൈഡും വരുന്നുണ്ട് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ രണ്ടും ചൂസ് ചെയ്തു. കാരണം എമ്രൂനെയും കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഷോർട്ട് റൈഡിൽ വാപ്പായും എമറുനെയും കൂടെ വിട്ടു. അപ്പോൾ അതിനെന്ന് പറയുന്നത് 20 റിയാലാണ് വരുന്നത്. ഒരു 5 മിനിറ്റ്സ് ആയിരിക്കും കേട്ടോ ക്യാമൽ റൈഡ്. പിന്നെ ലോങ് റൈഡാണ് എനിക്ക് ചൂസ് ചെയ്തത്. അതൊരു 10 മിനിറ്റ്സ് റൈഡാണ്. നല്ല രസമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് കയറിയപ്പം ഇത്രയും ഹൈറ്റ് ഉണ്ടോ. ക്യാമൽ ഓൾറെഡി ഹൈറ്റ് ഉള്ളതാണ്, പക്ഷേ ഇരുന്നപ്പോഴേ നല്ല ഹൈറ്റായിട്ടൊക്കെ തോന്നി. ഫസ്റ്റ് ടൈം ആണല്ലോ. അപ്പം ജീവിതത്തിൽ ഫസ്റ്റ് ടൈമല്ല, ഏതെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ട ഒരു സാധനം തന്നെയാണ് ക്യാമൽ റൈഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു 10 മിനിറ്റ് റൈഡ് നമ്മൾ കുറച്ചൊന്ന് ഡെസേർട്ടിലോട്ട് കൊണ്ടുപോയി അവിടെ നിർത്തി നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ടൈമൊക്കെ തരും. വേണമെങ്കിൽ നമ്മുടെ കൂടെ വരുന്ന അവർ തന്നെ ഫോട്ടോയൊക്കെ എടുത്ത് തരും കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുക്കാം. അപ്പം ഞാൻ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുന്നേ കുറച്ച് നേരം ഇരുത്തുള്ളൂ. അവന് പിന്നെ പേടിയായി. പിന്നെ നമ്മളിതാ തൊട്ട് എത്തി, സീലേം ബീച്ച് എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ 2 മിനിറ്റും കൂടെ അങ്ങോട്ട് പോയാൽ സീലേം ബീച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ കാറൊക്കെ നിർത്തിയിട്ട് പിന്നെ ചോറ് കഴിക്കുകയാണ്. ലഞ്ച് ഓൾറെഡി നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്നു, കാരണം ടൈം വേസ്റ്റ് ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് നേരത്തെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാറിലിരുന്ന് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ എന്ന് പറയുന്ന വാപ്പ വെച്ച് ചിക്കൻ ബിരിയാണിയാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ ബിരിയാണി ആയിരുന്നു. എല്ലാവരും കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റാണ് ഞാൻ കഴിക്കുന്നത്. കാരണം എമ്രും ഉണ്ടല്ലോ, പിന്നെ അവൻ ആദ്യം കൊടുക്കണമല്ലോ. കൊടുത്തിട്ടല്ലേ ബേബിയുള്ള ഉമ്മമാർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കൊടുത്തിട്ടാണല്ലോ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ കുറച്ച് ലേറ്റ് ആവും. എന്തൊക്കെയോ പറയാം. അവൻ പട്ടം നോക്കിക്കൊണ്ടിരിക്കുന്ന അവൻ. ശരിയാക്കണം. ഇതെന്തോ വന്ന് കുറച്ചു നേരം വന്നിട്ട് വരുമല്ലോ. സീലേം ബീച്ചിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ഇവിടെ നല്ല രസമാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഡെസേർട്ട് സഫാരിയൊക്കെ ചെയ്യാം. പിന്നെ നല്ലപോലെ ഓടിക്കാൻ അറിയാമെന്നുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, സ്വന്തമായിട്ടൊക്കെ കാറൊക്കെ ഉണ്ടെങ്കിൽ വരാം, അങ്ങനെയൊക്കെ ഓടിക്കാം. അല്ലെങ്കിൽ ഞങ്ങൾ ഇതിന് മുന്നേ ലാസ്റ്റ് സീലേം ബീച്ചിലൊന്ന് ഡെസേർട്ട് സഫാരിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വ്ളോഗ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത്, കാണാത്തവരുണ്ടെങ്കിൽ കാണണം. അപ്പോൾ ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുക്കാവേ. അപ്പോൾ ഇവിടെ ഡെസേർട്ട് സഫാരിയൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാവരും സ്വന്തമായിട്ട് വണ്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ കാറിലും, അതുപോലെ കോഡ് ബൈക്ക് ഉള്ളവരൊക്കെ ഇവിടെ വന്ന് ഡെസേർട്ട് സഫാരിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ച് നേരം നോക്കിയൊക്കെ നിന്നു. നമ്മൾ നോക്കി നിൽക്കാനല്ലേ പറ്റുള്ളൂ, നമ്മുടെ കയ്യിൽ അങ്ങനത്തെ വണ്ടിയില്ലല്ലോ ഓടിക്കാൻ. കാറുണ്ട്, പക്ഷേ നമുക്ക് അത്രയും നല്ല രീതിയിൽ കാറ്റൊക്കെ ഊരി വിട്ടിട്ടാണ് ഡെസേർട്ട് സഫാരിക്ക്. എന്തോ കാറ്റൊക്കെ എയർ കുറയ്ക്കണം ടയറിൻ്റെ. അപ്പോൾ എയർ കുറച്ചാൽ മാത്രമേ ഓടിക്കാനൊക്കെ പറ്റുള്ളൂ. ഈ മണലിൽ കയറി പോകണ്ടേ, അതുകൊണ്ട് നമ്മളങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. പിന്നെ നമുക്കങ്ങനെ ഓടിച്ച് ശീലം ഇല്ലാത്തത് കാരണം നമ്മൾ സ്വയം ഡെസേർട്ട് സഫാരി ഒന്നും പോയില്ല. പിന്നെ കഴിഞ്ഞ തവണ പോയല്ലോ, അതുകൊണ്ട് പിന്നെ പോകണമെന്നൊന്നും ഇല്ല. പിന്നെ കോഡ് ബൈക്കൊക്കെ ഓടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കോഡ് ബൈക്കൊക്കെ നോക്കുന്നു. അപ്പോൾ എംബ്രൂന് ഇവിടെ വന്നപ്പോൾ ഭയങ്കര പേടിയായേ. എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഡെസേർട്ട് അറിയാലോ, ഈ ഹൈറ്റിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ബീച്ചും ഉണ്ട് ഡെസേർട്ടും ഉണ്ട്, നമുക്ക് രണ്ടും ഒരേ സമയം തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഹൈറ്റിൽ നിന്നുകൊണ്ടായിരിക്കും. പിന്നെ ഈ വണ്ടികളുടെ സൗണ്ട് ഒക്കെ കേട്ടിട്ട് അവന് നല്ല പേടിയായിരുന്നു. അവൻ പിന്നെ കുറച്ച് നേരം നിന്നിട്ട് പിന്നെ കരയാൻ തുടങ്ങി. അങ്ങനെ പിന്നെ നമ്മൾ താഴോട്ട് പോയി കേട്ടോ. കുറച്ച് നേരം അവനെ ഇവിടെ നിർത്തിയുള്ളൂ. പിന്നെ ഇവിടെ പാരാഗ്ലൈഡിങ് ഉണ്ട്. അപ്പം നമ്മൾ വന്നപ്പോൾ തന്നെ 2 പാരാഗ്ലൈഡിങ് കണ്ടു. അപ്പം അതും ഞാനിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഞാൻ പാരാഗ്ലൈഡിങ് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഒരു വട്ടം ഒന്ന് പാരാഗ്ലൈഡിങ് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ഇത് സീ ലൈനിൽ ഇവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കിതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞുകൂടാ. അറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യാം. നടക്ക് നോക്കണം, മണ്ണില് നോക്കണേ, നടക്കാൻ നോക്കണേ. നടക്ക് എമ്ര, കമാൺ എമ്ര.
മണ്ണായോണ്ട് കാലെങ്ങനെ പോണം നോക്ക്. നടക്കും. ഇപ്പൊ നടക്കുമല്ലോ. അത് ഇവിടെ നടക്കാൻ പറ്റണം. ആ മണ്ണിൽ ഷൂ അല്ലേ ഇട്ടിരിക്കണം, അതുകൊണ്ട് അവന് ഗ്രിപ്പ് കിട്ടും. അവിടെ വണ്ടി വരും. ഇവിടെ മണ്ണുണ്ട്, നടക്കാൻ പറ്റും. വിൻ്ററല്ലേ, നല്ല തണുപ്പുണ്ടായിരുന്നു. ഞാൻ ബീച്ചിൽ പോയി കാലൊക്കെ നനച്ചു, നല്ല തണുത്ത വെള്ളം. പിന്നെ എംബ്രോൻ ഇവിടെ വന്നിട്ട് പിന്നെ അവൻ തിരിച്ച് കാറിൽ കയറുന്നേ ഇല്ല. നടക്കാൻ ഭയങ്കര ഇഷ്ടം. ഇപ്പം നടക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഭയങ്കര ഇഷ്ടമാണ് തുടങ്ങി, പ്രത്യേകിച്ച് നമ്മൾ മണ്ണും കൂടെ ആയപ്പോഴും. അപ്പോൾ ഈ ഒരു കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, കോമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനിയും എൻ്റെ പുതിയ നല്ല നല്ല വ്ളോഗുമായിട്ടൊക്കെ ഞാൻ വരാം. ട്രാവൽ വ്ളോഗും അതുപോലെ തന്നെ അല്ലാതെ ഇൻഫോർമേറ്റീവ് വ്ളോഗുമായിട്ടൊക്കെ വരാം. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. എല്ലാവരും സീ ലൈൻ ബീച്ചിലൊക്കെ ഒന്ന് പോയിട്ടില്ലെങ്കിൽ ഒന്ന് പോയി നോക്കൂ. ഡെസേർട്ട് സഫാരിയും ഓഫ് കോഴ്സ് നിങ്ങൾ ട്രൈ ചെയ്യണം.